ഹായ് ഹലോ. അങ്ങനെ നമ്മൾ അമ്പംകുന്ന് നേർച്ച കാണാൻ വന്നിരിക്കുകയാണെന്ന്. 3 ദിവസങ്ങളായി നടന്നിരുന്ന അമ്പംകുന്ന് ആണ്ട് നേർച്ചയുടെ അവസാന ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത്. ബൈക്ക് നമ്മൾ കാഞ്ഞിരത്ത് നിർത്തിയിട്ടാട്ടോ നടന്നു പോകുന്നത്. കാരണം അങ്ങോട്ട് അമ്പംകുന്ന് റോഡിലേക്ക് കടത്തി വിടുന്നുള്ള ഒരു വണ്ടി അത്രയും ബ്ലോക്കാണ്. എല്ലാ വർഷത്തിനേക്കാളും ഏറ്റവും കൂടിയ ഒരു തിരക്ക് കൂടിയ വർഷം കൂടിയാണ് ഈ നേർച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേർച്ചയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ആഘോഷ പരിപാടിയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എന്തായാലും ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സാധാരണ ഇവിടെ നേർച്ച നടക്കാറ് ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിലാണ്. പക്ഷേ ഇക്കുറി നോമ്പ് നേരത്തെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. പക്ഷേ ഇക്കുറി റമദാൻ മാസം നേരത്തെ വന്നതുകൊണ്ട് ഈ റമദാനിൽ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഒരാഴ്ച മുമ്പേ പരിപാടി വെച്ചത്. എന്തായാലും നല്ല തിരക്കായിരുന്നു കേട്ടോ പരിപാടിക്ക്. കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ തിരക്കാണ്. ഈ 3-ാം ദിവസത്തെ തിരക്കെന്ന് പറയണ്ട. അമ്പംകുന്നത്ത് അത്രക്കും ജനാവലിയായിരുന്നു. അമ്പംകുന്ന് നേർച്ചൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ വെട്ടിവരവും പിന്നെ കലാപരിപാടിയോട് കൂടിയുള്ള നല്ല ആഘോഷങ്ങളും. നിരവധി പേരാട്ടോ കേരളത്തിൻ്റെ പുറത്തു നിന്നും എത്തപ്പെടുന്നവിടെ. അധിക പേരും കോയമ്പത്തൂർ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേരാട്ടോ നേർച്ചയിലൂടെ എത്തുന്നത്. എന്താ പറഞ്ഞാൽ അത്രക്കും പേര് കേട്ടൊരു നേർച്ച കൂടിയാണ്. കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു നേർച്ചയാണ് അമ്പംകുന്ന് വീരനാവുലിയപ്പൻ്റെ നേർച്ച. ഇപ്രാവശ്യത്തെ നേർച്ച നടന്നത് ഫെബ്രുവരി 21, 22, 23 എന്നീ തീയതികളിലാണ്. പിന്നെ അമ്പംകുന്ന് നേർച്ചയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ, ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കിട്ടാതെ ആരും ഇവിടുന്ന് തിരിച്ചു പോകില്ല. അത് ഇവിടുത്തെ ഈ മഹാൻ്റെ വലിയൊരു സൽപ്രവൃത്തി തന്നെയെന്ന് നമുക്ക് പറയാം. കാരണം അമ്പംകുന്ന് വീരനൗലി ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നു അത്രേ, ഇവിടെ വരുന്നവരാരും ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോകരുത് എന്ന്. അപ്പോൾ അത് കാരണം തന്നെ ഇവിടുത്തെ ഒരു കറാമത്ത് തന്നെയാണിത് ഈ മഹാൻ്റെ. പിന്നെ 3-ാമത്തെ ദിവസത്തിൻ്റെ തിരക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം മണ്ണാർക്കാട് മുതൽ ഈ കാഞ്ഞിരം വരെ ഫുള്ള് ബ്ലോക്കാണ്. ബൈക്കുകളിലും എല്ലാ വണ്ടികളുമായിട്ട് റോഡിൽ ബ്ലോക്കാണ്. പിന്നെ അവിടുത്തെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാർക്കാട് നമ്മൾ അട്ടപ്പാടി റോഡുണ്ടല്ലോ, മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ തെങ്കര വരെയുള്ള റോഡ് വളരെ മോശമാണ്. അത് ഈ നേർച്ചയ്ക്ക് ശരിയാക്കിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ നല്ല ഈ ചൂടിലൊക്കെ ഈ രാവിലെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ നല്ല പൊടിക്കാറ്റൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാലമായി അവിടുത്തെ റോഡ് ഇങ്ങനെ ഇട്ടിട്ട്. അത് അവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നേർച്ചൻ്റെ അല്ലെങ്കിൽ തെങ്കര പൂരം ഇതൊക്കെ അവിടെ വരുന്നൊരു സമയം കണ്ടറിഞ്ഞിട്ട് അവർ ചെയ്യാത്തത് വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തി തന്നെയാണ്. പിന്നെ അമ്പംകുന്ന് വീരനൗലി ഉപ്പാപ്പൻ്റെ അടുക്ക് നേർച്ചയ്ക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു സംഭവമുണ്ട് ഇവിടെ. അത് കോയക്ക ഫണ്ടെന്ന്. അത് ഈ മക്കാമുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അമ്പംകുന്ന് വീരനൗലി ഉപ്പാപ്പയുടെ മക്കാമുമായിട്ട് കോയക്ക ഫണ്ടിന് ബന്ധമില്ല എന്ന്. അപ്പോൾ എന്തായാലും ഇവിടേക്ക് നേർച്ചയ്ക്ക് വരുന്നവർക്കൊക്കെ അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രവൃത്തി തന്നെയെന്ന് നമുക്ക് പറയാം. കാരണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനെ അള്ളാഹു അവനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കും. അവൻ്റെ എല്ലാ സൽപ്രവൃത്തികൾക്കും വിജയവും കൊടുക്കും. പിന്നെ ഇവിടേക്ക് നേർച്ചയ്ക്ക് വരുന്നവരൊക്കെ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ, നേർച്ചയുടെ ഒരാഴ്ചക്കൊക്കെ മുമ്പേ ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ട് മക്കാമിൽ. പിന്നെ ഈ മക്കാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഭക്ഷണം കൊടുക്കുന്നൊരു കാര്യം. ഇവിടെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ ഇവിടെ 3 നേരവും ഭക്ഷണം ഇവിടുന്ന് ഈ മക്കാമിൻ്റെ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം ഈ ഫക്കീറന്മാരായ ഒരുപാട് പേര് പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഇവിടുന്ന് 3 നേരവും ഭക്ഷണം കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. ജാതി മതഭേദമാണ് ഇവിടുത്തെ നേർച്ചയുടെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു മതം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് മതസ്ഥർക്കും ഇവിടെ 3 ദിവസങ്ങളിൽ നിന്നല്ല ഫുൾ ടൈം ഈ സിയാറത്തിന് വരുന്നവർക്ക് നമ്മളത് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപാട് അന്യമതസ്ഥരും കാര്യങ്ങളൊക്കെ ഇവിടെ സിയാറത്തിന് വരുന്നത് അവരുടെ കാര്യങ്ങൾക്ക് നേടാൻ, അതായത് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേടി ഇവിടുന്ന് മഹാൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടി തിരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്.
അതുകൊണ്ട് തന്നെ അമ്പകുന്ന് വീരനൗലിയപ്പാപ്പ പണ്ട് പറഞ്ഞിരുന്നു, ജാതി മതഭേദമന്യേ ഇവിടെ നേർച്ച ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ നിരന്തരഫലം തന്നെയായിരിക്കാം ഇത്രയും ഒരു ജനാവലി ഈ നേർച്ചയ്ക്കൂടെ എത്തപ്പെടുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3-ാമത്തെ ദിവസത്തിൻ്റെ തിരക്കാണ് കേട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളിട്ടിരിക്കുന്നത്. കാരണം 3-ാമത്തെ ദിവസമാണ് അമ്പകുന്ന് വീരനൗലിയപ്പാപ്പൻ്റെ അവിടെ തിരക്ക് കൂടുന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു സംഭവമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഒന്നാണ് ജീരകക്കഞ്ഞി. അത് ഒരുപാട് കൂട്ട് മരുന്നൊക്കെ ചേർത്തുണ്ടാക്കുന്നൊരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നേർച്ച സമയങ്ങളിൽ അവിടെ ഒരു കോമ്പൗണ്ട് ഇതിനായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ ഫുൾ ടൈം രാവിലെ വരെ ഈ കഞ്ഞി അവർ കൊടുക്കുന്നൊരു കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഈ ജോലിക്കാരായ ആരെങ്കിലും നിന്നും നിങ്ങൾക്ക് മുഷിപ്പാവുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. കല്ലങ്ങളും കെട്ടി വന്നുകൊണ്ടിരിക്കുന്നു. കല്ലങ്ങളും കെട്ടി വന്നുകൊണ്ടിരിക്കുന്നു. കല്ലം ഭാഗത്തു നിന്ന് കെട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.